ട്രിപ്പിംഗ് സ്പോട്ടിൻ്റെ പുതിയ ഒരു റെസിപ്പിയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അധികം ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കറിയാണ് മട്ടൻ കറി. അധികം ആർക്കും വെക്കാനും അറിഞ്ഞുകൂടാ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 1 കിലോ മട്ടൻ ക്ലീനായിട്ട് നമുക്ക് ഫ്രഷ് ടു ഹോമിൽ നിന്ന് കിട്ടി. നമ്മൾ വീട്ടിൽ വാങ്ങിയാലും നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കണം. മട്ടന് ഒരു മുഷുക്ക് മണവും ഒരു ചുവയുണ്ട്. അത് മാറാൻ വേണ്ടി നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും ടേസ്റ്റും മാറിക്കിട്ടും. നല്ല രീതിയിൽ തന്നെ നമ്മൾ വാഷ് ചെയ്ത മട്ടൻ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടി കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ മസാല എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയുമാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്നും തോല് നമ്മൾ കളഞ്ഞിട്ടില്ല. കാരണം അത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. മട്ടൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. ഇത് കുറച്ച് മാത്രം നമ്മൾ ഈ മട്ടൻ്റെ അകത്ത് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. നമ്മൾ എത്രയാണോ അരച്ചിരിക്കുന്ന മസാല അതിൻ്റെ കുറച്ച് മാത്രം, പകുതി മാത്രം നമ്മൾ മട്ടനിലോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതോടൊപ്പം തന്നെ 1 സ്പൂണ് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മട്ടനിലൊന്ന് ഇളക്കുക. മട്ടനിൽ എല്ലാം നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം കുക്കർ വേകുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. മട്ടൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് ഒരു 4-5 വിസിൽ അടിച്ചാൽ മതിയായിരിക്കും. മട്ടൻ വേവുന്ന സമയത്തേക്കും നമുക്ക് മട്ടൻ കറിയിലോട്ട് വേണ്ട ഗ്രേവിയുടെ മസാല തയ്യാറാക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കറുകാപ്പട്ടയും ഗ്രാമ്പൂവും പെരുംജീരകവും ഏലക്കയുമാണ് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നത്. അതെല്ലാം മൂത്തതിന് ശേഷം അതിലോട്ട് നമ്മൾ അരച്ചു വെച്ച മസാലയുടെ ബാക്കി കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മുടെ ഗ്യാസ് വെക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകും. നമ്മുടെ മസാലയുടെ പച്ചമണം എല്ലാം മാറിക്കിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ 1 സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റാക്കി അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് തന്നെ അത് മൂപ്പിച്ചെടുക്കണം. അതിലൂടെ നമ്മൾ മട്ടൻ കറിയിൽ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി അറിഞ്ഞിട്ടിട്ടുണ്ട്. ക്യാപ്സിക്കം എല്ലാവർക്കും ഒന്നും ഇഷ്ടം കാണത്തില്ല, ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ക്യാപ്സിക്കം ചേർത്താൽ മതിയാവും. പക്ഷേ മട്ടൻ കറിക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ക്യാപ്സിക്കത്തിന്. എല്ലാം വെന്ത് വരാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ തക്കാളിയും കൂടെ മുറിച്ചിട്ടിട്ടു. നമ്മുടെ തക്കാളി, ക്യാപ്സിക്കം, സവോള എല്ലാം തന്നെ മൂത്ത് കിട്ടി. ഇനിയാണ് നമുക്ക് അതിൻ്റെ അകത്ത് പൗഡറെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് നമ്മൾ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ച് എടുക്കുക. നമ്മൾ ഓൾറെഡി മസാല നമ്മുടെ മട്ടൻ വേവിക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് മാത്രം നമ്മൾ മസാല ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ മസാല ഐറ്റംസ് മൂത്തതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
തൈരും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതും ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴച്ചെടുക്കുക. നമ്മുടെ മട്ടൻ ആ സമയത്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലയിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കുക. മട്ടൻ കറി ഒരുപാട് ഗ്രേവി ആയിട്ട് നമ്മൾ വെക്കത്തില്ല, ചാറായിട്ട് വെക്കത്തില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും സെമി ഗ്രേവി വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ മട്ടനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല എല്ലാം കൂടെ ഒന്ന് ഇളക്കി മട്ടനെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം അടുപ്പത്തിന് വെക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മുടെ മട്ടനും മസാലയെല്ലാം നമ്മൾ മൂപ്പിച്ച് വെന്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതിയായിരിക്കും. എരിവും ഉപ്പും ആവശ്യമുള്ളൊരു പാകത്തിന് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഉപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മട്ടൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ പച്ചമണം മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ആവി കയറ്റുക. നല്ല രീതിയിൽ തന്നെ കുറുകിയ ചാറോടുകൂടി നമുക്ക് നമ്മുടെ മട്ടൻ കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. 1-ാം പാലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാരണ പാലാണെങ്കിൽ നമുക്ക് ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. അധികം ഒഴിക്കേണ്ട, നമുക്ക് സെമി ഗ്രേവിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് തിളയ്ക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയായിരിക്കും. നമ്മുടെ അടിപൊളി മട്ടൻ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.